CUET എൻട്രൻസ് എക്സാമിനേഷന് വേണ്ടി ഏറ്റവും മികച്ച കോച്ചിങ് നൽകുന്നതിനായി ബ്രില്യൻ പാല അവതരിപ്പിക്കുന്ന പ്രോഗ്രാമാണ് CUET 2027 പ്രോഗ്രാം. അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിലേക്ക് രജിസ്റ്റർ ചെയ്യുന്നതിനായി ബ്രില്യൻ പാല എന്ന് നമ്മുടെ ഒരു ബ്രൗസറിൽ സെർച്ച് ചെയ്യുക. ആൻഡ് ഫസ്റ്റ് തന്നെ നമുക്ക് കാണാൻ സാധിക്കും ബ്രില്യൻ പാലയുടെ സൈറ്റിലേക്കുള്ള ലിങ്ക് brilliantpala.org. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. സോ ഇതാണ് നമ്മുടെ ഹോം പേജ് എന്ന് പറയുന്നത്. CUET കോഴ്സിലേക്ക് രജിസ്റ്റർ ചെയ്യുന്നതിനായി പേജിൻ്റെ മുകളിൽ ഒരു ലിസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കും. അബൌട്ട് സെൻറ്റേഴ്സ്, ബ്ലോഗ്, ന്യൂസ്, അങ്ങനെ അതിന് തൊട്ടടുത്തായിട്ട് കോഴ്സസ് എന്ന് പറഞ്ഞ് നമുക്ക് കാണാൻ സാധിക്കും. ആ കോഴ്സസിൻ്റെ മുകളിൽ നിങ്ങൾ മൗസിൻ്റെ കേഴ്സർ പ്ലേസ് ചെയ്താൽ ആ ഒരു ലിസ്റ്റ് എക്സ്പാൻഡ് ആകുന്നത് കാണാം. ആ ലിസ്റ്റിൻ്റെ ഏറ്റവും അവസാനമായി CUET പ്രോഗ്രാം എന്നും നമുക്ക് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. സോ ഇതാണ് ബ്രില്യൻ CUET പ്രോഗ്രാം 2027 എക്സ്ക്ലൂസീവ് പേജ് എന്ന് പറയുന്നത്. ഈ പേജിൻ്റെ താഴേക്ക് പോവുകയാണെങ്കിൽ കോഴ്സിനെ പറ്റിയുള്ള ഡീറ്റെയിൽസും അതുപോലെ തന്നെ കോഴ്സ് ബ്രോഷർ നമുക്ക് കാണാൻ സാധിക്കും. കോഴ്സിനെ പറ്റിയുള്ള എല്ലാ വിവരങ്ങളും ഈ ഒരു കോഴ്സ് ബ്രോഷറിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിലേക്ക് രജിസ്റ്റർ ചെയ്യുന്നതിനായി വീണ്ടും മുകളിലേക്ക് വരിക. പേജിൻ്റെ വലതുവശത്തായി ഒരു ഗ്രീൻ ബോക്സിൽ രജിസ്റ്റർ എന്ന് കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ ഓൾറെഡി ബ്രില്യൻറ്റിൻ്റെ ഏതെങ്കിലും ഒരു പ്രോഗ്രാമിൽ ജോയിൻ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ മുൻപ് ജോയിൻ ചെയ്തിട്ടുള്ള വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കയ്യിലൊരു സ്റ്റുഡൻറ്റ് ഐ ഡിയും പാസ്വേഡും ഉണ്ടായിരിക്കും. ഇവ രണ്ടും ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇവിടെ ഡയറക്റ്റ് ആയിട്ട് ലോഗിൻ ചെയ്യാവുന്നതാണ്. ഇനി ഇൻ കേസ് നിങ്ങൾ ആദ്യമായിട്ടാണ് ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിൻ്റെ സൈറ്റിൽ രജിസ്റ്റർ ചെയ്യാൻ പോകുന്നത് എങ്കിൽ തൊട്ട് താഴെ സൈൻ അപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. സോ ഇതാണ് നമ്മുടെ സ്റ്റുഡൻറ്റ് പോർട്ടലിലേക്കുള്ള ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മുടെ കുറച്ച് ഡീറ്റെയിൽസ് ഇവിടെ എൻ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ആദ്യമേ തന്നെ സ്റ്റുഡൻറ്റ് നെയിം, നമ്മുടെ പേര്, അതിനുശേഷം നമ്മുടെ മൊബൈൽ നമ്പർ, ഇമെയിൽ, പാസ്വേഡ്. ആ പാസ്വേഡ് ഒന്നും കൂടി കൺഫേം ചെയ്യുക. എല്ലാം കറക്റ്റ് ആണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഐ എഗ്രി ടു ദ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്നുള്ളതിൻ്റെ തൊട്ടടുത്തായി ഒരു ബോക്സ് ഉണ്ട്, സ്ക്വയർ ബോക്സ്. അവിടെ ക്ലിക്ക് ചെയ്യുക. ആൻഡ് അവസാനത്തെ ഒരു ക്യാപ്ചയായിട്ട് ഐ എം നോട്ട് എ റോബോട്ട് ആ ഒരു ബോക്സിന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഡീറ്റെയിൽസ് എല്ലാം ഒന്ന് ഫില്ല് ചെയ്യാം. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽസ് എല്ലാം തന്നെ എൻ്റർ ചെയ്തിരിക്കുന്നു. ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളിവിടെ എൻ്റർ ചെയ്തിരിക്കുന്ന ഫോൺ നമ്പറും മെയിൽ ഐ ഡിയും കറക്റ്റ് ആണെന്ന് ഉറപ്പ് വരുത്തുക. കാരണം തൊട്ടടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾക്ക് ഒരു OTP ഇതേ നമ്പറിലേക്കും മെയിൽ ഐ ഡിയിലേക്കും വരുന്നതായിരിക്കും. സോ എല്ലാം കറക്റ്റായി ഫില്ല് ചെയ്തതിന് ശേഷം തൊട്ട് താഴെ ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. നമ്മളിപ്പോൾ ടൈപ്പ് ചെയ്ത ആ ഒരു ഫോൺ നമ്പറിലേക്ക് വന്ന OTP ഇതായി അടുത്ത പേജിൽ എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്തതിന് ശേഷം സബ്മിറ്റ് എന്ന് കൊടുക്കുക. സോ യെസ്, ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിൻ്റെ വെബ്സൈറ്റിൽ നമ്മൾ അങ്ങനെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി ഈ പേജിൻ്റെ സെൻട്രലായിട്ട് മൈ കോഴ്സസ് എന്ന് പറഞ്ഞൊരു ബോക്സ് നമുക്ക് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ മറ്റൊരു പേജിലേക്ക് എത്തിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമുക്കൊരു പോപ്പപ്പ് വിൻഡോയും കാണാൻ സാധിക്കും. അതിൽ സെലക്ട് ക്ലാസ് സ്റ്റഡിയിങ് എന്ന് പറഞ്ഞൊരു ബോക്സ് ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഒരു ലിസ്റ്റ് എക്സ്പാൻഡ് ആകുന്നത് കാണാം. ആൻഡ് ഇപ്പോൾ +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്കും അതുപോലെ +2 പാസ്സായി കഴിഞ്ഞ വിദ്യാർത്ഥികൾക്കും ഒരേപോലെ ഈ ഒരു പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ സ്റ്റഡിയിങ് ഇൻ ക്ലാസ് 12 എന്ന് പറഞ്ഞ ആ ഒരു സെക്കൻഡ് ലാസ്റ്റ് ഓപ്ഷൻ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇനി നിങ്ങൾ +2 പാസ്സായവരാണെങ്കിൽ ലാസ്റ്റ് ഓപ്ഷനും ചൂസ് ചെയ്യാം. ഞാനിവിടെ ഫോർ ക്ലാസ് 12th പാസ്ഡ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ് ചൂസ് ചെയ്യുന്നത്. ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം സേവ് എന്ന് പറഞ്ഞ് അവിടെ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. സോ നമ്മളിപ്പോൾ എൻ്റർ ചെയ്ത നമ്മളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിൽ നമ്മൾക്ക് ചേരാൻ സാധിക്കുന്ന വിവിധ കോഴ്സുകളുടെ ലിസ്റ്റാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. അതിൻ്റെ തൊട്ട് താഴെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും CUET UG 2027 ഓൺലൈൻ സക്സസ് പ്രോഗ്രാം. സോ ആ ഒരു ബോക്സ് ക്ലിക്ക് ചെയ്യുക. സോ നമ്മൾ അടുത്ത പേജിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ കോഴ്സ് തുടങ്ങുന്ന ദിവസമൊക്കെ ഓഗസ്റ്റ് 17-ാം തീയതിയാണ് CUET UGയുടെ ഓൺലൈൻ എൻട്രൻസ് കോച്ചിങ് പ്രോഗ്രാം തുടങ്ങുന്നത്. അപ്പോൾ അവിടെ അപ്ലൈ എന്ന് പറഞ്ഞൊരു ബട്ടൺ നമുക്ക് കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ മറ്റൊരു പേജിലേക്ക് എത്തിയിരിക്കുന്നു. അവിടെയും നമ്മുടെ കോഴ്സിനെ പറ്റിയുള്ള പല ഡീറ്റെയിൽസും അവിടെയുണ്ട്. ഡ്യൂറേഷൻ, അഡ്മിഷൻ ടൈം, കമൻസിങ് ഓൺ, അങ്ങനെ നിരവധി കാര്യങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. പേജിൻ്റെ വലതുവശത്തേക്ക് പോവുകയാണെങ്കിൽ സെലക്ട് സെൻറ്റർ എന്ന് പറഞ്ഞൊരു ബോക്സ് കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് 3 ഓപ്ഷൻ ഉണ്ട്. CUET കോംബോ, CUET ജനറൽ ആൻഡ് ഇംഗ്ലീഷ്, CUET PCMB. നിങ്ങൾക്ക് ഇതിൽ ഏത് ഓപ്ഷൻ വേണം എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ ചൂസ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ CUET കോംബോ എന്ന് പറഞ്ഞ ഓപ്ഷനാണ് ചൂസ് ചെയ്യുന്നത്. തൊട്ട് താഴെ സെലക്ട് പ്രിഫേർഡ് ബാച്ച് എന്ന് കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് കാണാൻ സാധിക്കും ഓഗസ്റ്റ് 2026. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓഗസ്റ്റ് 17-ാം തീയതിയിലേക്കുള്ള ബാച്ചിലേക്കാണ് ഈ അഡ്മിഷൻ എടുക്കുന്നത്. സോ ഓഗസ്റ്റ് 2026 എന്ന് പറഞ്ഞ ബാച്ച് നമുക്ക് കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം റിക്വസ്റ്റ് ഫോർ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ ഒരു ബ്ലൂ ബോക്സ് ക്ലിക്ക് ചെയ്യുക. സോ അടുത്ത പേജിൽ നമ്മുടെ ക്വാളിഫിക്കേഷൻസ് ആണ് നമുക്ക് എൻ്റർ ചെയ്യേണ്ടതായിട്ടുള്ളത്. എൻ്റർ സെക്കൻഡറി ഡീറ്റെയിൽസ്. അതിന് നേരെ ഒരു ബോക്സ് ഉണ്ട്, സെലക്ട് സ്ട്രീം. അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ സ്റ്റേറ്റ്, CBSE, ISC, അതേഴ്സ്. ഞാനിവിടെ ഫോർ എക്സാമ്പിൾ CBSE ആണ് ചൂസ് ചെയ്യുന്നത്. CBSE ചൂസ് ചെയ്യുമ്പോൾ എൻ്റർ പ്രൈമറി ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ ഒരു ബോക്സ് കൂടി വന്നിട്ടുണ്ട്. അവിടെയും സെലക്ട് സ്ട്രീം എന്ന് കൊടുക്കുക. അവിടെ ഞാൻ CBSE ആണ് ക്ലിക്ക് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ഏത് സ്ട്രീമാണോ നിങ്ങളത്
ചൂസ് ചെയ്യുക. സോ CBSE എന്ന് ക്ലിക്ക് ചെയ്തപ്പോൾ വീണ്ടും ആ ഒരു പേജ് എക്സ്റ്റെൻഡ് ആയിരിക്കുകയാണ്. എൻ്റർ ക്ലാസ് എക്സ് ഡീറ്റെയിൽസ്, അതായത് നിങ്ങളുടെ 10ാം ക്ലാസ്സിലെ കുറച്ച് ഡീറ്റെയിൽസ് ആണ് ഇവിടെ എൻ്റർ ചെയ്യേണ്ടതായിട്ടുള്ളത്. ആദ്യമായി ഇയർ ഓഫ് പാസിംഗ്, അടുത്തത് റിസൾട്ട് സ്റ്റാറ്റസ്, ആൻഡ് ലാസ്റ്റ്ലി 500-ൽ നിങ്ങൾക്ക് 10ാം ക്ലാസ്സിൽ എത്ര മാർക്കാണ് ലഭിച്ചത് എന്നുള്ള ഒരു കോളം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതെല്ലാം ഒന്ന് ഫില്ല് ചെയ്യാം. സോ ഡീറ്റെയിൽസ് എല്ലാം ഫില്ല് ചെയ്തതിന് ശേഷം പേജിന്റെ റൈറ്റ് സൈഡിലായിട്ട് നെക്സ്റ്റ് എന്ന് കാണാം, അവിടെ ക്ലിക്ക് ചെയ്യുക. സോ നമ്മൾ അടുത്ത പേജിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മളിപ്പോൾ എൻ്റർ ചെയ്ത കാര്യങ്ങളെല്ലാം കറക്റ്റ് ആണോ എന്ന് നമുക്കൊന്ന് റീചെക്ക് ചെയ്യാനുള്ള ഒരു പേജാണിത്. അപ്പോൾ എല്ലാം കറക്റ്റ് ആണെന്ന് ഉറപ്പ് വരുത്തുക. അതോടൊപ്പം ഒരു കാര്യം കൂടി ഇവിടെ നിങ്ങൾക്ക് ചെയ്യാനുണ്ട്. നിങ്ങളുടെ 10th ക്ലാസ്സിലെ മാർക്ക് ലിസ്റ്റ് ഈ ഒരു പേജിൽ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പേജിൻ്റെ ആ ഒരു സെൻട്രലായിട്ട് അപ്ലോഡ് 10th മാർക്ക് ലിസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഫോൾഡറിൽ ചെന്ന് നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. സോ നമ്മുടെ മാർക്ക് ലിസ്റ്റ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇൻ കേസ് ഈ ഒരു പേജിൽ എന്തെങ്കിലും കറക്ഷൻ നിങ്ങൾക്ക് നടത്തണം എന്നുണ്ടെങ്കിൽ പേജിൻ്റെ ലെഫ്റ്റ് സൈഡിലായി എഡിറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് പറ്റിയ മിസ്റ്റേക്ക് നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാവുന്നതാണ്. എല്ലാം കറക്റ്റ് ആണ്, കറക്ഷൻസ് ഒന്നും ഇല്ല എങ്കിൽ പേജിൻ്റെ റൈറ്റ് സൈഡിലേക്ക് വരിക. അവിടെ കൺഫേം റിക്വസ്റ്റ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. കൺഫേം റിക്വസ്റ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തപ്പോൾ സൈറ്റ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളത്. സോ ആ ഒരു ഓക്കെ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ പ്രൊഫൈൽ പേജിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ കുറച്ചധികം ഡീറ്റെയിൽസ് നമുക്ക് ഫില്ല് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ഒരു പ്രൊഫൈൽ ഫോട്ടോയും അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫില്ല് ചെയ്യേണ്ട ഡീറ്റെയിൽസ് ഏതൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ നേരത്തെ എൻ്റർ ചെയ്ത ഫോൺ നമ്പർ, ഇമെയിൽ ID, അതുപോലെ തന്നെ നമ്മളുടെ പേര്, ഇത്തരം കാര്യങ്ങൾ ഓൾറെഡി നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ഇനി പേരിൻ്റെ തൊട്ട് താഴെ, അതായത് പേജിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിങ്ങളുടെ ജെൻഡർ വെരിഫൈ ചെയ്യണം. അതിന് താഴെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, നിങ്ങളുടെ കാറ്റഗറി, ഫാദേഴ്സ് നെയിം, ഫാദേഴ്സ് ഓക്യുപ്പേഷൻ, മദേഴ്സ് നെയിം, മദേഴ്സ് ഓക്യുപ്പേഷൻ, ഫാദേഴ്സ് ഫോൺ നമ്പർ, മദേഴ്സ് ഫോൺ നമ്പർ, ഏറ്റവും താഴെയായിട്ട് നെയിം ഓഫ് സ്കൂൾ ലാസ്റ്റ് സ്റ്റഡീഡ് ഓർ സ്റ്റഡിങ്, നിങ്ങൾ നേരത്തെ പഠിച്ച് അല്ലെങ്കിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്കൂളിൻ്റെ പേര്, ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഇമെയിൽ. ഇത്തരം കാര്യങ്ങളാണ് പേജിൻ്റെ ഇടത്ത് സൈഡിൽ, അതായത് ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് ഫില്ല് ചെയ്യേണ്ടത്. ഇനി റൈറ്റ് സൈഡിലേക്ക് വന്നാൽ നിങ്ങളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ്, അതായത് നിങ്ങളുടെ ഹൗസ് അല്ലെങ്കിൽ അപ്പാർട്ട്മെൻറ്റ് നെയിം, പ്ലേസ് ഓഫ് സ്ട്രീറ്റ്, പോസ്റ്റ് ഓഫീസ്, ഡിസ്ട്രിക്ട്, സ്റ്റേറ്റ്, പിൻകോഡ് ആൻഡ് കൺട്രി, ദാറ്റ് ഈസ് ഇന്ത്യ. ഇത്രയും കാര്യങ്ങൾ ഫില്ല് ചെയ്യണം. ഇനി നിങ്ങൾക്ക് ചെയ്യാനുള്ളത് നിങ്ങളുടെ പ്രൊഫൈൽ പിക്ചർ അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളുടെ പേജിൻ്റെ ലെഫ്റ്റ് ടോപ്പ് കോർണറിലേക്ക് ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു വലിയൊരു സർക്കിളും അതിന് അഡ്ജസ്റ്റൻ്റ് ആയിട്ട് തൊട്ട് താഴെയായിട്ട് ഒരു ചെറിയ സർക്കിളും കാണാൻ സാധിക്കും. അപ്പോൾ ആ ഒരു ചെറിയ സർക്കിൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഫോട്ടോയുടെ സൈസ്, ഡയമെൻഷൻ, ഇതൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതെല്ലാം വിശദമായിട്ട് തന്നെ നോക്കുക. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ പ്രൊഫൈൽ പിക്ചർ അപ്ലോഡ് ചെയ്യുമ്പോൾ വളരെ കാൻഡിഡ് ആയിട്ടുള്ള സെൽഫി പോലത്തെ പിക്ചേഴ്സ് അല്ല അപ്ലോഡ് ചെയ്യേണ്ടത്. ഒരു പെർഫെക്റ്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. സോ കൈൻഡ്ലി അത്തരം ഫോട്ടോസ്, അതായത് പാസ്പോർട്ട് സൈസിൽ തന്നെയുള്ള ഫോട്ടോസ് അപ്ലോഡ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക. ഓക്കെ, എല്ലാം വായിച്ചതിന് ശേഷം എഗ്രി എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക. ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഇങ്ങനൊരു പേജ്, ഒരു പോപ്പ് വിൻഡോ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ അപ്ലോഡ് ഇമേജ് എന്ന് നമുക്ക് കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഫോൾഡേഴ്സിലേക്ക് ഡയറക്റ്റ് ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾ അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്ന പിക്ചർ നിങ്ങളുടെ ഫോൾഡറിൽ നിന്ന് സെലക്ട് ചെയ്ത് നിങ്ങൾക്കിവിടെ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അപ്ലോഡ് ചെയ്യുമ്പോൾ ഇവിടെ പ്രിവ്യൂ ഇമേജ് എന്ന് പറഞ്ഞ് നമുക്ക് കാണാം. കറക്റ്റ് ആണ് എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം സേവ് എന്ന ഓപ്ഷൻ കൊടുക്കുക. സോ യെസ്, നമ്മുടെ പ്രൊഫൈലിൽ നമ്മുടെ പിക്ചർ അപ്ലോഡ് ആയിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള ഡീറ്റെയിൽസും കൂടെ നമുക്കൊന്ന് ഫില്ല് ചെയ്യാം. സോ നമ്മൾ ഡീറ്റെയിൽസ് എല്ലാം തന്നെ എൻ്റർ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. എല്ലാം കറക്റ്റ് ആണ് എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം പേജിൻ്റെ റൈറ്റ് ബോട്ടം കോർണറിൽ ഫിനിഷ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ പ്രൊഫൈൽ ഡീറ്റെയിൽസ് അപ്ഡേറ്റഡ് സക്സസ്ഫുള്ളി നമുക്ക് കാണാം. ആൻഡ് നമ്മൾ അടുത്ത പേജിലേക്ക് വന്നിരിക്കുന്നു. ഇവിടെ വീണ്ടും നമ്മുടെ കോഴ്സ് ഡീറ്റെയിൽസ്, അതുപോലെ ഫീ ഡീറ്റെയിൽസ് എല്ലാം വിശദീകരിച്ച് തന്നെ നൽകിയിട്ടുണ്ട്. എല്ലാം വായിച്ച് നോക്കുക. ഇനി അടുത്തതായിട്ട് മേക്ക് പേയ്മെൻറ്റ് എന്ന് നമ്മുടെ പേജിൻ്റെ റൈറ്റ് സൈഡിൽ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ പേയ്മെൻറ്റ് മെത്തേഡിനായിട്ട് പേ ഓൺലൈൻ, അതുപോലെ പേ വിയ ബാങ്ക് ചലാൻ. നിങ്ങൾ ഓഫ്ലൈൻ ആയിട്ടാണ് പണം അടയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഡൗൺലോഡ് ചലാൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ചലാൻ ഫോം നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ആ ചലാൻ ഫോം ഫില്ല് ചെയ്ത് നിങ്ങളുടെ തൊട്ടടുത്തുള്ള ബാങ്കിൽ നേരിട്ടെത്തി ഓഫ്ലൈനായി നിങ്ങൾക്ക് ഫീ പേയ്മെൻറ്റ് നടത്താവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഓൺലൈൻ ആയിട്ടാണ് പേയ്മെൻറ്റ് നടത്തേണ്ടത് എങ്കിൽ ഫസ്റ്റ് ഓപ്ഷനായ പേ ഓൺലൈൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ പേ നൗ എന്ന് പറഞ്ഞ് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യും. സോ നമുക്ക് 2 പേയ്മെൻറ്റ് ഗേറ്റ് വേസ് ഉണ്ട്. ഒന്ന് ഈസ് ബസ്, അതുപോലെ തന്നെ റേസർ പേ. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന നെറ്റ് ബാങ്കിങ് ആയിക്കോട്ടെ, UPI ID, ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, ഏത് മെത്തേഡ് വെച്ച് നിങ്ങൾക്ക് ഈ ഒരു പേയ്മെൻറ്റ് നടത്താവുന്നതാണ്. സോ പേയ്മെൻറ്റ് നടത്തുന്നതോടുകൂടി ബ്രില്യൻറ്റിൻ്റെ 2027 CUET പ്രോഗ്രാമിലേക്ക് നിങ്ങൾ രജിസ്റ്റർ ആയി എന്നാണ് അർത്ഥം. അപ്പോൾ JNU, ജമിയ മിലിയ, അതുപോലെ BHU തുടങ്ങി രാജ്യത്തെ ബെസ്റ്റ് കോളേജുകളിൽ പഠിക്കണമെന്ന നിങ്ങളൊരു ആഗ്രഹം നേടിത്തരുന്നതിനായിട്ട്
ബ്രില്യൻ സ്റ്റഡി സെൻറ്റർ ഒരുക്കിയിരിക്കുന്ന എൻട്രൻസ് കോച്ചിങ് പ്രോഗ്രാമാണ് CUET 2027 എന്നുള്ളത്. അപ്പോൾ ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഓൾ ദി ബെസ്റ്റ്.